ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, കുറച്ച് ലേറ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ. ഇന്നത്തെ റീഡിങ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നോക്കാൻ പോകുന്നത് 5 സൈൻസ്. ഓക്കെ, 5 സൈൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വരാൻ പോകുന്നതിൻ്റെ ആയിരിക്കാം. ഒരു ജോലി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണം എന്തെങ്കിലും ബെനിഫിറ്റ് വരാൻ പോകുന്നു, എന്തെങ്കിലും അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്സിലായാലും ശരി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന സൈൻ അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിനും തൊട്ട് മുൻപ് ഓക്കെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ പോകുന്ന സൈൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അല്ലാതെ ഇവിടെ ലൈക്ക് എന്തെങ്കിലും ഓക്കെ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് സൈനായിട്ട് നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ, നമ്മൾ കാത്തിരുന്ന ചിലപ്പോൾ നമുക്ക് അറിയില്ലേ അത് വരുന്നുണ്ടോ ഇല്ലേ, നമുക്ക് ഡൗട്ടായി പോകും അല്ലേ. സോ നമുക്ക് നോക്കാം, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് മുമ്പ് എന്തെങ്കിലും സയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമോ. സോ നിങ്ങൾക്കൊരു പ്രതീക്ഷ വയ്ക്കാം അല്ലെ, ഒരു ഹോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, ജോലിയാവാം, എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കാം, വോട്ടെവർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും, നിങ്ങൾക്ക് ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ സപ്പോസ് ഓക്കെ, യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് തരാൻ പോകുന്നതിൻ്റെ ഒരു സൈൻ 5 സൈൻസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഹൗസ്, ഫോക്സ്, bear, ship, ഒരു സൈൻ കൂടെ ഫ്ലവർ, ലിലി അല്ലേ. ഇവിടെ ഈ ഫോക്സും ബെയറും എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതാ എൻ്റെ ഡെക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് സൈനായിട്ട് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് വീട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കൊരു വീട് വെക്കാനായിരിക്കാം ആഗ്രഹം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ഥലം മാറാനുള്ളൊരു സാധ്യതയാണ്, ഒരു വീട് മാറാനുള്ള സാധ്യതയായിരിക്കാം, വീട് വാങ്ങാനുള്ള പ്ലാൻ ഇടുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഉള്ള സൈൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും ചിലപ്പോൾ വീട് വാങ്ങുന്നു എന്ന് നിങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് വീട് വാങ്ങാൻ ആഗ്രഹമാണെങ്കിൽ മേ ബി നിങ്ങൾ ക്ലോസ് ആയിട്ട് അറിയുന്ന ആരെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലാരെങ്കിലും ഓക്കെ ഒരു വീട് വാങ്ങുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾ കേൾക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഓക്കെ ഒരു വീടിൻ്റെ കാര്യം തന്നെ ആവണമെന്നില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം തന്നെ എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു വീട് മാറ്റം, ഓക്കെ ഒരു സ്ഥലം മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മേ ബി നമ്പർ 4 എന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ 4-ാം തീയതി ഡേറ്റ്. ഓക്കെ, മേ ബി 4th ഇതിപ്പോൾ എന്താ April 4 തന്നെയാണ്. ഓക്കെ, സോ ഏപ്രിൽ മന്തിൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കാം. മേ ബി April 4th നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടന്ന് കാണാം. ഓക്കെ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. മേ ബി നിർബന്ധമില്ല കേട്ടോ, എല്ലാവർക്കും ഇത് മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഞാൻ ചില സയൻസ് ഞാൻ പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇനിയിപ്പോൾ 4th ഓക്കെ May 4th ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം 4 സ്റ്റെബിലിറ്റി ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. സോ മേ ബി കെ നിങ്ങളുടെ ലെറ്റർ, നിങ്ങളുടെ എന്തെങ്കിലും പേരിൻ്റെ ലെറ്റർ, നിങ്ങളുടെ പേരിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പേരിൻ്റെ നിങ്ങൾ ലൈക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരുടെങ്കിലും പേരിൻ്റെ ലെറ്റർ ആയിരിക്കാം കെ. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോൾ ലെറ്റർ കെ ഉണ്ടാവാം. ഓക്കെ, മേ ബി
ഓക്കെ, ഇവിടെ ഒരു വീട് മാറ്റമായിരിക്കാം, ഒരു സ്ഥലം മാറ്റമായിരിക്കാം, നിങ്ങൾ മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈക്ക് അറിയുന്ന ആരെങ്കിലും ചിലപ്പോൾ വീട് വാങ്ങുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മാറുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു വീട് വാങ്ങാൻ ചിലപ്പോൾ പ്ലാൻ ഇടാം. ഓക്കെ, അതിനുള്ള സാധ്യത, അല്ലെങ്കിൽ വീട് കെട്ടാൻ, നിങ്ങൾ സ്വന്തമായിട്ട് കെട്ടാൻ എന്തെങ്കിലും പ്ലാൻ ഇടുന്നതായിരിക്കാം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇത് വീട് മാത്രമല്ല, ചിലപ്പോൾ ബിസിനസ് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ, ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താലോ എന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, സോ മേ ബി വീട് വാങ്ങാനും ഒക്കെ ചിലപ്പോൾ നിങ്ങളൊരു പ്രതീക്ഷ തന്നെ ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്ലാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അങ്ങനെ വലുതും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്പർ 4 ഇപ്പോൾ ഏപ്രിലാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ 4th ആവാം, ഏതെങ്കിലും ഒരു ലൈക്ക് നെക്സ്റ്റ് കമ്മിങ് മന്ത്സിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു 4 എന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, കെ എന്നുള്ള ലെറ്ററും ഉണ്ട്. പിന്നെ ഇവിടെ 14 ഉണ്ട്, 9 ഉണ്ട്. സോ അതുമൊക്കെ നിങ്ങൾക്ക് മാച്ച് ആവാം. 14, 9, 15, 10, 3, 10, അഗെയിൻ 10 ഉണ്ട്, 2 10 വന്നിട്ടുണ്ട്. 30 ഉണ്ട്, അഗെയിൻ കെ ഉണ്ട്. കെ ആക്ച്വലി 2 വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം എടുത്തു പറയാൻ. ഓക്കെ, സോ ഓക്കെ, ലെറ്റേഴ്സിൻ്റെ കാര്യം, ഞാൻ നമ്പേഴ്സിൻ്റെ കാര്യം 15 അല്ലെങ്കിൽ 14 എന്ന് പറയുമ്പോൾ 5, 6, 3, 3, അഗെയിൻ 3. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസനേഷൻ ഉണ്ടാവാം. 10 അല്ലെങ്കിൽ 1. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു സൈൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഞാനിത് എന്താണ് ഫോക്സ് എന്ന രീതിക്കാണ്. ഫോക്സ് പറയുമ്പോൾ കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും സീക്രട്ട്, എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും, നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും, ഓക്കെ, ഈ ഒരു ഫോക്സ് പോലെ, അതായത് ഒരു കുറുക്കനെ പോലെ ഉള്ള കണ്ണിങ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ലൈക്ക് നിങ്ങളെ ചതിക്കുന്ന തരത്തിലാണ്. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത്, നമ്മൾ സൈൻ അല്ലേ ചോദിക്കുന്നത്, പോസിറ്റീവ് സൈൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയാം. ഓക്കെ, ആരോടെങ്കിലും നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അവരെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് തെളിഞ്ഞ് കാണും. ഓക്കെ, ഒരു റിയാലിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുന്ന പോലെയാണ്, സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം. ഐ മീൻ അവർ ഇനോ തന്ത്രപരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബട്ട് അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ലൈക്ക് അവർ നിങ്ങളുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അത് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളത് കട്ട് ഓഫ് ചെയ്യുന്നതായിട്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ പിന്നിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് പറയുന്ന ഒരു വ്യക്തി, എന്തെങ്കിലും തരത്തിൽ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് വരും അവിടെ. പക്ഷെ ആ കോൺഫ്ലിക്റ്റ് നല്ലതിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് സയൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ നിങ്ങൾക്ക് നല്ലതല്ലേ? സോ അത് ആവശ്യമായിരുന്നു അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ യൂണിവേഴ്സ് അത് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, നല്ലൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ച് കാണാം, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചില പിക്ചേഴ്സ് കിട്ടും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നിങ്ങൾക്ക് ചിലത്. ഓക്കെ, അതും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ദാറ്റ് ഓക്കെ, നിങ്ങളത് കാണുമ്പോഴേക്കും ദൈവമേ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിന് ഒരു നല്ലത് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ ബെയറും കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതും ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുത്താണ്. ബെയറും നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അഗെയിൻ ഇവിടെ ചാരിയറ്റ് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. ബെയർ ആക്ച്വലി പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്, യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാവാം, അല്ലെങ്കിൽ വരും നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്ന നിങ്ങളെ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മേ ബി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വ്യക്തി, ഇതും കാണുമ്പോൾ കണ്ടില്ലേ, ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തി പോലെയാണ്. സോ മേ ബി ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളെ ചതിക്കുന്നുണ്ടാവും. അത് കാണാനും മനസ്സിലാക്കാനും നിങ്ങളെ കൂടെ നിൽക്കാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു വ്യക്തി കൂടി ഉണ്ടാവും. സോ അങ്ങനെയും പറയാം. സോ അതും യൂണിവേഴ്സ് നിങ്ങൾക്ക് അയക്കുന്ന ഒരു സൈനാണ്. ദാറ്റ് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, അതിനുവേണ്ടി നടക്കുന്ന ചില കാര്യങ്ങളാണ്. സോ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ തരുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു എനർജി എന്തായാലും എനിക്ക് കാണുന്നുണ്ട്. യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, അതും പറയാം. ഇവിടെ അഗെയിൻ ഒരു ചേഞ്ച്, മാറ്റം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സെയിം ലൈക്ക് എനർജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാറ്റത്തിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. അഗെയിൻ നിങ്ങൾക്ക് എന്തോ ബ്ലെസ്സിങ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ മാറ്റം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് വരും, അങ്ങനെയും പറയാം. ഓക്കെ, ആൻഡ് അത് നിങ്ങളെ പ്രൊട്ടക്ട്, ഓക്കെ മേ ബി, ഓക്കെ ഇങ്ങനെ എടുക്കാം നമുക്കത്. മേ ബി നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് ഈ അകറ്റുന്ന കാര്യമായിരിക്കാം.
ഓക്കെ, നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറി പോകുന്നതായിരിക്കും. സ്ഥലം മാറണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് അകലുക, ഓക്കെ, അതും ആവാം. ഓക്കെ, ഒരു മനസ്സിലാക്കിയിട്ട് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് ഒരു അകൽച്ച വരിക, അതും നിങ്ങൾക്ക് നല്ലതാണ്, ഒരു ബ്ലെസ്സിങ് ആണ് വരുന്നത്. ഓക്കെ, ബ്ലെസ്സിങ് ആയിട്ട് ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് ആയിട്ട് തരുന്നുണ്ടാവും. സോ നിങ്ങൾ ഇങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് അകന്നു പോകും, അതും നിങ്ങൾ. സോ ഇത് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്, വേറെ വ്യക്തി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഷിപ്പ് അഗൈൻ ട്രാവലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് വീണ്ടും. സോ ഇതും 1-2 കാര്യങ്ങൾ ഇവിടെ ചാരിറ്റും ഒക്കെ യാത്രയായിരുന്നു. സോ മേ ബി ട്രാവലിംഗ് കാണുന്നുണ്ട്, നിങ്ങളൊരു സ്ഥലം മാറിപ്പോവാനോ അല്ലെങ്കിൽ നിങ്ങൾ മേ ബി അബ്രോഡ് പോകുന്ന കാര്യമായിരിക്കാം, ജോലിക്ക് വേണ്ടി മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മാറ്റം, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം എന്നെടുത്തോളൂ. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് വരുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് വരുന്നു എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് വേറെ ദൂരത്ത് നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും വരുന്ന ഒരു ന്യൂസ്. ഓക്കെ, ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുന്നു നിങ്ങൾക്ക് എന്ന് പറയാം. അതും ഒരു സൈനായിട്ട് നമുക്കിവിടെ എടുക്കാം. ഇത് യാത്ര മാറ്റം ഒക്കെ കാണുന്നുണ്ട്. സോ കൂടുതലും ഒരു ചേഞ്ച് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷിപ്പും കൂടി നോക്കിയേക്കാം നമുക്ക്. ഷിപ്പ് എന്താ പറയുന്നത് ഇവിടെ? അഗൈൻ എന്തോ വരുന്നു, നിങ്ങൾക്ക് എന്തോ വരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ സഡൻലി നിങ്ങൾക്കൊരു ഓഫർ വരാം. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ വരാം, ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ വരാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ വരാം. ഓക്കെ, അഗെയിൻ പണത്തിൻ്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പണം കിട്ടുന്ന കാര്യമായിരിക്കാം. അങ്ങനെ എന്തോ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നു. 2 കാര്യം ഇവിടെ സംഭവിക്കാം. സോ ഈ മാറ്റങ്ങൾ, ഓക്കെ, ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തോ നല്ലതിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള അഗെയിൻ സയൻസ് ആണിത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സോ അതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ യൂണിവേഴ്സ് തരുന്ന സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, മേ ബി ഓക്കെ വേണ്ട, ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ വേറൊരു കാര്യം പറയാൻ വരുന്നതായിരുന്നു. സ്ഥലം ഇവിടെ അഗെയിൻ ലില്ലീസ് കാണുന്നുണ്ട്, പൂക്കൾ കാണുന്നുണ്ട്, ഫ്ലവേഴ്സ്. അഗെയിൻ ഇതും ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. ഓക്കെ, ഗിഫ്റ്റ് വരുന്നതായിട്ടും നമ്മുടെ എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നതായിട്ടുമാണ് നമ്മൾ പറയാറ്. മണി അബണ്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് ഓഫർ ആയിരിക്കാം, രണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ജോലിയുടെ ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പൂക്കൾ കിട്ടാം പെട്ടെന്ന്. ഓക്കെ, ഒരു ബൊക്കെ ആരെങ്കിലും കൊണ്ടുവരാം, ബൊക്കെ തരാം നിങ്ങൾക്ക് എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കാം പെട്ടെന്ന്. നിങ്ങൾ അങ്ങനെ സാധാരണ വാങ്ങുന്ന ഒരു ഇതായിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് തോന്നാം ഓക്കെ ഒരു ബൊക്കെ വാങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ചിലപ്പോൾ ലിലീസ് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. സോ അതും നിങ്ങൾക്കൊരു സൈനായിട്ട് എടുക്കാം. ഓക്കെ, അതും കൂടി നോക്കിയേക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് ഫുൾ കാർഡ്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഞാനതാ പറഞ്ഞ ലവ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ചിലപ്പോൾ പിണങ്ങിയവരോ ദേഷ്യപ്പെട്ടവരോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഒരു ഗിഫ്റ്റുമായിട്ട് ചിലപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ സൈൻസ് ആണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക, തരുമ്പോൾ അത് ചിലത് നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും, ചിലത് പുതിയത് വരും ചെയ്യും. സോ അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സ് ഒരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യൂണിവേഴ്സ് ഒരു ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബ്ലെസ്സിങ് വരണം എന്നുണ്ടെങ്കിൽ ചിലത് മാറിപ്പോകണം, ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വരും. ആ നഷ്ടങ്ങൾ പക്ഷെ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലത് നിങ്ങൾ ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കാർഡിനെ ഞാൻ സ്പെസിഫിക് ആയി പറയുകയാണ്, ബിക്കോസ് എനിക്കറിയാം. കാരണം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് എങ്ങനെ സൈൻ എന്ന് എടുക്കാമെന്ന് പറയും. ഓക്കെ, ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതെവിടെയോ നിങ്ങൾക്ക് വേറെ നല്ലത് വരാനുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾക്ക് സയൻസ് ആയിട്ട് കാണാം. ഞാൻ ഇനിയും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പറയാം സയൻസ് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ ഗൈഡൻസ് മെസ്സേജസ് കൂടി എടുക്കുന്നുണ്ട്, ഇതിൽ കൂടി നമുക്ക് എന്തെങ്കിലും കാണാൻ നോക്കാം. ഓക്കെ, ഒരു മാറ്റം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കാം. ചില ഓഫർ വരുന്ന പോലെ, ഗിഫ്റ്റ് വരുന്ന പോലെ ഒക്കെയാണ് സയൻസ് കിട്ടാൻ നിങ്ങൾക്ക് സാധ്യത. ആൻഡ് നമ്പേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. കെ മാത്രമേ കണ്ടിട്ടുണ്ട്, ലെറ്റർ കെ മാത്രമല്ല, ഞാൻ എൻ്റെ പേരാണ് സൈൻ നിങ്ങൾക്ക്. ഓക്കെ, എന്തായാലും തമാശയാണ് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ,
ഇത് പുതിയ കാർഡ്സ് ആണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. നോസ്, ഓക്കെ, ലൈഫ് ഫോഴ്സ്, ചാരിറ്റി, സീക്രട്ട് വിഷൻ, ലിലീസ്. ഞാൻ പറഞ്ഞില്ലേ ലിലീസ് എവിടെയോ എന്തോ നിങ്ങൾക്കൊരു സൈന് വരുന്നുണ്ട്. ലിലീസ് എന്തോ കിട്ടാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ ലിലീസ് എങ്ങനെയോ നിങ്ങൾക്കൊരു സൈനാണ്. ഇതിലുണ്ട് ലിലീസ്. ബേർഡ്, നത്ത ഉണ്ടായിരുന്നോ? ഓർമ്മയില്ല. ഇതിലുണ്ടായിരുന്നോ? ഇല്ല, ലിലീസ് മാത്രമാണ്. ഓക്കെ, ഇതിൽ അഗെയിൻ പറയുന്നത് ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ, മൂവ് ബാക്ക് ടു ഹോൾനെസ്, റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പവർ ഉണ്ട് എന്ന് പറഞ്ഞു. കിങ് ഓഫ് സോർട്സും ക്വീൻ ഓഫ് സോർട്സും ഒക്കെ നമുക്ക് ഇടയിൽ വന്നിരുന്നു. സോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കറേജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ ധൈര്യം കൊണ്ടുവരിക. ഓക്കെ, പേടിച്ചും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ പേടികൾ ഉണ്ടാവും. നമുക്കൊക്കെ മനസ്സിലാവും ഓരോ പേടികൾ എപ്പോഴും ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിലോ ആഗ്രഹിച്ച് വന്നില്ലെങ്കിലോ അങ്ങനെ നമ്മുടെ ഉള്ളിൽ കുറേ പേടികളും റെസ്ട്രിക്ഷൻസും കിടക്കും. ഓക്കെ, അത് നിങ്ങൾ മാറ്റിയെടുക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്. ഞാനിവിടെ ലൈഫ് ഫോഴ്സ് എന്ന് കാണുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ഡ്രൈവിംഗ് പാഷൻ, സെൻഷ്വൽ ആൻഡ് സെക്ഷൽ പവേഴ്സ് ആർ ഇൻക്രീസ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്നർ ഫോഴ്സ് ഉണ്ട്. നിങ്ങളുടെ ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഇന്നർ സ്ട്രെങ്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഉള്ള ഒരു, നമ്മൾ പറയില്ലേ, ഒരു ആകാംക്ഷ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ പാഷൻ യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് യൂണിവേഴ്സ്. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് എനിക്ക്. ഫോറസ്റ്റിൻ്റെ പോലെ നമ്മൾ കണ്ട ഫോക്സും ബെയറും ഒക്കെ ആയിട്ടൊരു കണക്ഷൻ എവിടെയോ എനിക്ക് അതൊക്കെ ഫീൽ ചെയ്തു. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചിലപ്പോൾ വല്ല കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പോകാനുള്ള, ഓക്കെ അങ്ങനെയും കൂടി പറയാമല്ലോ. മേ ബി നിങ്ങൾ അങ്ങനെ വല്ല സ്ഥലങ്ങളിൽ പോകാനുള്ള സാധ്യതയായിരിക്കാം. സോ ജസ്റ്റ് കുറച്ച് പേർക്ക്, ഓക്കെ എല്ലാവർക്കും അല്ല, ഓക്കെ യാത്ര പോകാനുള്ള സാധ്യതയായിരിക്കും. ഓക്കെ, ചാരിറ്റി ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. പ്രെയർ ആൻഡ് കണ്ടംപ്ലേഷൻ, കണക്ട് വിത്ത് ഹെവൻ, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്. നിങ്ങൾ കുറച്ച് ചാരിറ്റി വർക്കൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ പൈസയായിട്ട് കൊടുക്കണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ ചെറിയ ചെറിയ ഹെൽപ്സോ എന്തെങ്കിലും എന്തായാലും ശരി, ഓക്കെ പറ്റുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയമായാലും ശരി, കുറച്ച് അങ്ങനത്തെ വർക്കിലേക്കൊക്കെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളത് ചെയ്യാൻ പ്രാർത്ഥിക്കുക. ഓക്കെ, പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് the Miriam sacred vision, choose to forgive in order to heal, see the light in all, remember that love has no boundaries. ആക്ച്വലി നിങ്ങൾക്ക് സ്നേഹം വരുന്നുണ്ട് എന്ന് തന്നെയാണ് ലിലീസ് അഗൈൻ പറയുന്നത്. ഐ തിങ്ക് ഒരു ഫോർഗിവ്നെസ്സിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചുമാണ്. സോ ലിലീസ് ഇവിടെ 2 തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലിലീസ് വളരെ സ്ട്രോങ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങൾ ലിലീസ് വാങ്ങാനോ കാണാനോ നിങ്ങൾ എവിടെയും പോകുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും തരാനുള്ള സാധ്യതയുണ്ട്. ലില്ലി പൂക്കളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പറയുന്ന പോലെ സ്പിരിച്വലായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്യൂരിറ്റി വെക്കുക എന്ന രീതിക്ക് പറയാം. മറ്റുള്ളവരെ ഫോർഗീവ് ചെയ്ത് വിടുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോർഗീവ്നെസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. അവരെ നിങ്ങളുടെ ലൈഫിൽ വെക്കണം എന്നില്ല. ഞാനതാ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കളയുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ അവരെ കട്ട് ഓഫ് ചെയ്ത് കളയുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. സോ ഇവിടെ ലിലീസ് അഗെയിൻ വീണ്ടും വന്നിട്ടുണ്ട്. സോ സൈനായിട്ട് എടുത്തോളൂ. അഗെയിൻ ബേർഡ് കാണാം, ചിലപ്പോൾ പ്രാവ് അങ്ങനത്തെ വല്ലതും കാണാനുള്ള സാധ്യത. പ്രാവൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാതെ എപ്പോഴും കാണുന്നതല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാതെ വല്ലപ്പോഴും കാണാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ എവിടെയോ അതൊരു ഏഞ്ചൽ സൈനായിട്ട്, യൂണിവേഴ്സിൻ്റെ സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? സീക്രട്ട് സെൽഫ്, അൺലീഷ് യുവർ സ്പിരിറ്റ്, എക്സ്പ്രസ് യുവർ ഗിഫ്റ്റ്സ്, ഡാൻസ് ടു ദ സീക്രട്ട് റിതം ഓഫ് ലൈഫ്. അഗെയിൻ സെയിം തിങ് ആണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഗിഫ്റ്റുകൾ, അതായത് നിങ്ങളുടെ കഴിവുകൾ, അതിനെ ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനൊക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് വളരെ എപ്പോഴും ജോയ്ഫുൾ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തോർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. ഉള്ളതിൽ നിങ്ങൾ താങ്ക്സ് ആദ്യം യൂണിവേഴ്സിനോട് പറയുക. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിനെയും ലെറ്റ് ഗോ ചെയ്യുക. ബിക്കോസ് അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജ്. അഗെയിൻ സൈനായിട്ട് ഞാൻ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ റോസും എവിടെയും റോസ് ഉണ്ട്. സോ ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു. മേ ബി റോസസും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു സൈൻ ആയിരിക്കാം. ബേർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ചില എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സിമ്പിൾസ്, ഇത് ഗ്രീക്ക് സിമ്പിളോ എന്താ പറയുക, സെൽറ്റിക് സിമ്പിൾസ് എന്നൊക്കെ പറയും. സോ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ടാറ്റു ഉണ്ടാവാം. എന്തോ എനിക്ക് അങ്ങനെ തോന്നി. ടാറ്റു എന്നെ പോലെ ടാറ്റു ചെയ്ത ആൾക്കാരുണ്ടാവാം. ഓക്കെ, സോ മേ ബി ടാറ്റു വർക്ക്, ഇവിടെയും ടാറ്റു കാണുന്നുണ്ട്. സോ മേ ബി വല്ല ടാറ്റു വർക്ക് നിങ്ങളുടെ ഉണ്ടാവാം.
ടാറ്റു ചെയ്യാൻ പ്ലാൻ ഇടാം നിങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതൊക്കെ ചില സൈൻസ് ഞാൻ ജസ്റ്റ് പറയുകയാണ്, നമ്മളെ കൊണ്ട് പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. സോ ഓക്കെ, റോസസും ഉണ്ട് ഇവിടെ, നേരത്തെ ലില്ലി ഞാൻ ഓൾറെഡി പറയുന്നു. സോ അതൊക്കെ നിങ്ങൾക്ക് ചില സയൻസ് സിമ്പിൾസ് ആയിരിക്കാം. ഓക്കെ, സോ ഇതിനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് നല്ലത് വരും, നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങൾ മൈൻഡ് വെക്കുക. ഓക്കെ, നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.